എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് KSRTC ബസ് യാത്രയായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിലാട്ടാ. അപ്പോൾ ഇവിടെ നിന്ന് തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റിലാണ് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വൈറ്റിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, എനിക്ക് തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് വൈറ്റില വരെ 103 രൂപയായിട്ടാണ് പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ ഇതിന് എത്ര രൂപയെന്ന് അറിയാം? 98 രൂപയാണ്. ബാക്കി 5 രൂപ എക്സ്ട്രാ പൈസ ഉണ്ടാകും. അതെന്താണെന്ന് എനിക്കറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. പിന്നെ 12:05 തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് പുറപ്പെട്ടെ. അപ്പോൾ ഇനി വൈറ്റിലെത്തുമ്പോൾ എത്ര മണിയാവുമെന്ന് അറിയില്ല. 2 മണിയൊക്കെ ആവുമായിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പായ തൃശ്ശൂർ ടൗണിലെത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ടാവും കേട്ടോ. ഇവിടെ നിന്നാണ് മിക്കവരും കയറാറുള്ളത്, മിക്ക യാത്രക്കാരും. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പ് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ആദ്യം ഈ വണ്ടിയിലല്ല കയറിയത്. വൈറ്റില ഫാസ്റ്റ് പാസഞ്ചർ അവിടെ കിടക്കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ സീറ്റൊക്കെ ഫുള്ളായിരുന്നു. ആകെ കണ്ടക്ടറിൻ്റെ സീറ്റ് മാത്രമേ ഒഴിവുണ്ടായിരുന്നു. കണ്ടക്ടർ ഇരിക്കുന്ന സീറ്റില്ല. അപ്പോൾ അത് മാത്രമേ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴാണ് നമ്മുടെ ഈ ബസ് കണ്ടത്, തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ്. അതിലാണെങ്കിൽ ആകെ 2-3 പേരെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഞാൻ അതിൽ കയറി. ഞാൻ കയറിയിരുന്നു, അപ്പം തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വണ്ടിയിൽ എനിക്ക് തോന്നുന്നത് ഇത് സാധാരണ സൂപ്പർ ഫാസ്റ്റ് വണ്ടി പോലെയല്ല. ഇത് എനിക്ക് തോന്നണ് പ്രീമിയം വണ്ടിയില്ലേ, ഈ മിന്നൽ സർവീസൊക്കെ, എനിക്ക് തോന്നുന്നത് മിന്നലാണോ ഏത് വണ്ടിയാണെന്ന് അറിയില്ല, ഏതോ ഒരു വണ്ടി പ്രീമിയം വണ്ടി ഇത് സൂപ്പർ ഫാസ്റ്റ് ആക്കി എടുത്തതെന്ന് തോന്നുന്നു. കാരണം ഈ വണ്ടിയുടെ സീറ്റുകളൊക്കെ കുറവാണ്. കണ്ടോ, സാധാരണ സൂപ്പർ ഫാസ്റ്റിന് സീറ്റുകൾ, അത്യാവശ്യം സീറ്റുകളുണ്ട്. ഇതിലാണെങ്കിൽ ആകെ കുറേ സൂപ്പർ ഫാസ്റ്റിൻ്റെ അത്ര സീറ്റുകളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകെ തന്നെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റില ബസ് പുറകെ തന്നെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പുറകെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ NH മുന്നേ ഒരു സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. ആ സ്റ്റോപ്പിൽ നമ്മുടെ വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ ഈ വൈറ്റില ബസ് നമ്മൾ ഓവർടേക്ക് ചെയ്യും. പറഞ്ഞില്ല, വണ്ടി നിർത്തി വൈറ്റില ബസ് നമ്മളങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോയിട്ടാണ് ഗൈസ്, ഓവർടേക്ക് ചെയ്ത് പോയി. അപ്പോൾ ഇനി ഇത് സൂപ്പർ ഫാസ്റ്റ് ആയതുകൊണ്ട് ഇതിന് ആലുവ ബസ് സ്റ്റാൻഡിലോട്ടൊന്നും പോവില്ല, കാരണം ഇത് സൂപ്പർ ഫാസ്റ്റാണ്. ഇത് പെട്ടെന്ന് പോകും കേട്ടോ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ മറ്റേ വൈറ്റില ബസ്സിനെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ലേ. അപ്പോൾ നോക്കാം നമുക്ക് ഓവർടേക്ക് ചെയ്യുമില്ലേന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളങ്ങനെ പുതുക്കാട് ബസ് സ്റ്റാൻഡിലെത്തിയിരിക്കുക കേട്ടോ. പുതുക്കാട് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് കയറാനും ആളുണ്ടായിരുന്നില്ല, ഇറങ്ങാനും ആളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഉച്ച സമയമല്ല, അതുകൊണ്ടായിരിക്കാം ആൾക്കാരില്ലാത്ത. അപ്പോൾ ഇത് വൈകുന്നേരമൊക്കെ ആണെങ്കിൽ KSRTC ഒക്കെ നിറച്ച ആൾക്കാരാണ്. അതിപ്പോൾ നിങ്ങൾ വൈകുന്നേരമൊക്കെ സഞ്ചരിക്കുന്നവർക്കാണെങ്കിൽ അറിയാം. വൈകുന്നേരമൊക്കെ KSRTC ബസ്സിലൊക്കെ കയറി നോക്കണം, സീറ്റ് പോലും കിട്ടില്ല, അത്ര തിരക്കാണ് ഈ KSRTC വൈകിട്ടും. പിന്നെ ഈ രാവിലെ 7 മണി ആ ടൈമിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയെ കൊടകര ബസ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. കൊടകര ബസ് സ്റ്റോപ്പ്. അപ്പോൾ നമ്മുടെ തൊട്ട് മുന്നേ തന്നെ വൈറ്റില ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അറിയില്ല, ഓവർടേക്ക് ചെയ്യും എന്തായാലും, കാരണം ഇത് സൂപ്പർ ഫാസ്റ്റ് അല്ലേ. മറ്റേതിനാണെങ്കിൽ സ്റ്റോപ്പ് കൂടുതലാണ്, ഇതിന് സ്റ്റോപ്പ് കുറവാണ്. ആലുവ ബസ് സ്റ്റാൻഡിലോട്ടൊന്നും പോകില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആലുവ ബസ് സ്റ്റാൻഡിൽ പോകാൻ നേരെ വൈറ്റില ഭാഗത്തോട്ട് പോകും. മറ്റേതാണെങ്കിൽ ആലുവയിലോട്ടൊക്കെ പോയി അവിടെ ആളെയൊക്കെ ഇറക്കി അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റൂട്ട്. ഇത് ആലുവയിൽ പോവില്ല, ആലുവ ബസ് സ്റ്റാൻഡിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ പേരാമ്പ്ര സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ നാട്ടിലോട്ട് പോകുന്ന ഷോർട്ട് കട്ട് ഇവിടെ നിന്നുണ്ട്, പേരാമ്പ്ര ആ വഴി കൂടെ പോയി എൻ്റെ നാട്ടിലോട്ടെത്താം. അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ വണ്ടി പതിയാണ് പോകുന്നത്. അതുമാത്രമല്ല, അത്യാവശ്യം ട്രാഫിക്കും ഉണ്ട്. ഇവിടെ മാത്രമല്ല വർക്ക് നടക്കുന്നത്,
പലയിടത്തും വർക്ക് നടക്കുന്നതുകൊണ്ട് വണ്ടി ലേറ്റാവും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ കയറിയിരിക്കുന്ന വണ്ടി എന്തായാലും വൈറ്റിലെത്തുമ്പോൾ ലേറ്റാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ ചാലക്കുടി KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുക കേട്ടോ. 12:54 എത്തിയപ്പോൾ. അപ്പോൾ 2 KSRTC പോകുന്നു. ഒരെണ്ണം വൈറ്റില ഭാഗത്തോട്ട് വന്നൊരു വണ്ടി, ഒരെണ്ണം എനിക്ക് തോന്നുന്നു നമ്മുടെ അങ്കമാലി പിന്നെ ഏതാ കോട്ടയം ആ ഭാഗത്തോട്ടൊക്കെ പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത്. അതാ പോണ കേട്ടോ വൈറ്റില വണ്ടി. നമ്മുടെ തൊട്ട് മുന്നേ തന്നെ ഉണ്ട് കേട്ടോ വൈറ്റില വണ്ടി. എനിക്ക് തോന്നുന്നു ഈ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡ്രൈവറും വൈറ്റില ബസ്സിന് ഓവർടേക്ക് ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ KSRTC തന്നെ പല പല കാറ്റഗറിയിലുള്ള വണ്ടികളുണ്ട്. ഇപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ, ഓർഡിനറി, മിന്നൽ സർവീസ്, AC, വോൾവോ, പിന്നെ നമ്മുടെ സ്ലീപ്പർ വണ്ടികളുണ്ട്. പിന്നെ പുതിയതായിട്ട് തുടങ്ങിയ KSRTCയിൽ കുറേ വണ്ടികളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പല പല ടൈപ്പ് വണ്ടികൾ നമ്മുടെ KSRTCക്ക് ഉണ്ട്. അപ്പോൾ ഈ സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ, പിന്നെ ഓർഡിനറി, പിന്നെ TT ഇങ്ങനെ പറഞ്ഞ് ഓടുന്നൊരു വണ്ടിയുണ്ട്, ടൗൺ ടു ടൗൺ. ഈ വണ്ടികളിലൊക്കെയാണ് കൂടുതലും കുത്തി നിറച്ച ആൾക്കാർ സഞ്ചരിക്കുന്ന. ഈ കുത്തി നിറച്ച ആൾക്കാർ സഞ്ചരിക്കുന്ന പറയുന്നത് ഭയങ്കര തിരക്കുള്ള വണ്ടികൾ ഈ ടൈപ്പ് വണ്ടികളാണ്. ബാക്കിയുള്ള വണ്ടികളിൽ ബുക്ക് ചെയ്ത് പോകുന്ന വണ്ടികൾ, ഇപ്പോൾ മിന്നൽ സർവീസസ് ആയാലും ബുക്ക് ചെയ്താണ് ആൾക്കാർ പോവുക. അപ്പോൾ മിന്നൽ സർവീസ് എന്ന് പറയുമ്പോൾ ഓരോ സ്റ്റോപ്പുകൾ കുറവായിരിക്കും, ഭയങ്കര സ്പീഡുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫോർമേഷനിൽ എന്തെങ്കിലും തെറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ നല്ല സ്പീഡിൽ പോയി കൊണ്ടുവരിക കേട്ടോ. തിരക്കൊന്നുമില്ല, ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. കാരണം ഈ തിരുവനന്തപുരം വണ്ടി ആൾക്കാർക്ക് വൈറ്റില്ലാന്ന് എഴുതിക്കണമെന്ന് കാണാത്തതുകൊണ്ടാണ് ഇവർ കയറാത്ത, ആൾക്കാരില്ലാത്ത. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ അങ്കമാലി ബസ് സ്റ്റാൻഡിലോട്ട് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുന്നേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വൈറ്റില ഫാസ്റ്റ് പാസഞ്ചർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതിനെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യും. കാരണം ആ ബസ്സാണെങ്കിൽ വൈറ്റില ഫാസ്റ്റ് പാസഞ്ചർ ആണെങ്കിൽ നിറച്ച ആൾക്കാരാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും അങ്കമാലി ഇറങ്ങാൻ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെന്തായാലും ഓവർടേക്ക് ചെയ്യും വൈറ്റില ഫാസ്റ്റ് പാസഞ്ചറിനെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ വൈറ്റില ഫാസ്റ്റ് പാസഞ്ചറിനെ ഓവർടേക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി ഈ വണ്ടി പെട്ടെന്ന് പോയിക്കോളും. അപ്പോൾ വൈറ്റില ഫാസ്റ്റ് പാസഞ്ചർ അതിന് ആലുവയിലൊക്കെ കയറണമല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയാണ് എന്തായാലും ഫസ്റ്റ് എത്തുള്ളൂ. എത്ര സ്പീഡ് ഓവർടേക്ക് ചെയ്താലും നമ്മുടെ വണ്ടി എന്തായാലും ഫസ്റ്റ് എത്തുള്ളൂ വൈറ്റിലയിൽ. അപ്പോൾ ഈ അങ്കമാലിയിൽ അങ്ങനെ ബ്ലോക്കൊന്നുമില്ല ഭാഗ്യത്തിന്. വൈകുന്നേരമാണെങ്കിൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ ആലുവ എത്തിയിരിക്കുക കേട്ടോ. ആലുവ 12:05 തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടാണ്. 1:40 ആലുവ എത്തിയപ്പോൾ. പക്ഷെ എന്താണ് അവിടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആവണേ കേട്ടോ. അപ്പോൾ ഇനി ഈ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കളമശ്ശേരി, എടപ്പള്ളി, പാലാരിവട്ടം, പിന്നെ ലാസ്റ്റ് വൈറ്റില. പിന്നെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പാട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ നിർത്തമൊന്നുമില്ല കേട്ടോ, സൂപ്പർ ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അങ്ങനെ എടപ്പള്ളി എത്തിയിരിക്കട്ടെ. എടപ്പള്ളി ജംഗ്ഷൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് പാലാരിവട്ടം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വൈറ്റില ഫാസ്റ്റ് പാസഞ്ചറിനെ പറ്റി പറഞ്ഞില്ലേ, ആ വണ്ടിയൊക്കെ ഇപ്പോൾ ആലുവ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് പ്രശ്നം. കാരണം ആലുവ ബസ് സ്റ്റാൻഡിൽ പോയി വരുമ്പോൾ നല്ല ലേറ്റാവും. അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ആലുവ സ്കിപ്പ് ചെയ്യും. കാരണം ഇവർക്ക് സമയം വെറുതെ പോവല്ലേ ആലുവയിൽ കയറി. അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് അവർ ആലുവ സ്കിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി ഇങ്ങനെ വൈറ്റില ബസ് സ്റ്റാൻഡിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ 2:12 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്ക് നടക്കുന്നതുകൊണ്ട് ആണ് ഇത്രയും ലേറ്റ് ആയത്. അല്ലെങ്കിൽ ഈ വണ്ടി സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള വണ്ടിയാണ്, അത്ര ലേറ്റ് ആകില്ല. അത് മാത്രമല്ല ഇന്ന് സ്റ്റോപ്പുകളൊക്കെ കുറവാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത് ആലുവയും കൂടിയും കയറിയെങ്കിൽ ഈ വണ്ടി ഇവിടെ എത്തുമ്പോൾ ഒരു 3 മണിയെങ്കിലും ആയേനെ. അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയുടെ പ്രത്യേകത. അതാണ്
പെട്ടെന്ന് എത്താൻ വേണ്ടി ഇവർ നോക്കും. ഫാസ്റ്റ് പാസഞ്ചറാണെങ്കിൽ എല്ലാ സ്റ്റാൻഡിലും കയറി സ്റ്റോപ്പിലും നിർത്തി ലേറ്റ് ആവും. അതുമാത്രമല്ല ഭയങ്കര തിരക്കുമായിരിക്കും. ഇതിലങ്ങനെ സൂപ്പർ ഫാസ്റ്റ് തിരക്കുണ്ട്, പക്ഷേ അങ്ങനെ അധികം തിരക്കൊന്നും ഞാൻ കാണാറില്ല എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ വൈറ്റില ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.